ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ബസിന്റെ ബോർഡുകൾ വ്യക്തമാകുന്ന രീതിയിൽ പാർക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്തി. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവിയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് ക്രമീകരണ സമിതിയിൽ എടുത്ത തീരുമാനമാണ് നടപ്പിലാക്കിയത്. ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നതിന്റെ എതിർവശത്തേക്കാണ് ബസ്സുകളുടെ മുൻഭാഗം നിർത്തിയിരുന്നത്. സ്റ്റാൻഡിൽ ഇത് നിരവധി അപകടങ്ങൾക്കാണ് വഴിവെച്ചത്. എങ്ങോട്ട് പോകുന്ന ബസ്സാണെന്ന് നോക്കാൻ ബസ്സിനെ പ്രദർശനം വെക്കേണ്ട അവസ്ഥയുമുണ്ടായി. ഇതാണ് പുതിയ പരിഷ്കാരത്തിലൂടെ മാറ്റം വന്നത്. ബസ് സ്റ്റാൻഡിനോട് അഭിമുഖമായി ബസ് നിർത്തിയാൽ ബസ് സ്റ്റാൻഡിലൂടെ തന്നെ നടന്നുവന്ന് യാത്രക്കാർക്ക് ബസ്സിൽ കയറാനാകും. സ്കൂൾ കൂടി തുറന്നാൽ ബസ് സ്റ്റാൻഡിൽ തിരക്ക് വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വേഗത്തിൽ നടപടി. ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചാണ് ട്രാഫിക് ക്രമീകരണ കമ്മിറ്റിയിൽ പുതിയ പരിഷ്കരണത്തിന് തീരുമാനമായത്. ബസ് സ്റ്റാൻഡിനോട് അഭിമുഖമായി ബസ്സുകൾ നിർത്തുമ്പോൾ കോൺക്രീറ്റ് ഡിവൈഡറുകളിൽ ബസ് തട്ടുന്നുണ്ട്. തട്ടുന്ന ഡിവൈഡറുകൾ മാറ്റാനുള്ള നടപടിയും ആരംഭിച്ചു. പുതിയ പരിഷ്കാരം എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു. ഇത് നടപ്പാക്കാനായി ബസ് സ്റ്റാൻഡിലെത്തിയ പോലീസ്, വാഹന വകുപ്പ് തുടങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നഗരസഭയുടെ നന്ദിയുണ്ടെന്ന് സ്റ്റാൻഡ് സന്ദർശിച്ച ശേഷം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു. സ്ഥിരം സമിതി ചെയർമാൻ കെ അബ്ദുൽ നാസർ, കൗൺസിലർമാരായ എം അക്ബർ അലി, സബിത മണികണ്ഠൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിനകത്ത് ബസ്സുകൾ പാർക്ക് ചെയ്തിരുന്നത് യാർഡിലേക്ക് അഭിമുഖമായിട്ടാണ്. ഇത് യാത്രക്കാർക്ക് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു എന്നതിൻ്റെ ഭാഗമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും പൊതുജനങ്ങളുടെയും അഭ്യർത്ഥനയെ തുടർന്നാണ് ബസ്സുകൾ ബസ് സ്റ്റാൻഡിന് കടമുറികൾക്ക് അഭിമുഖമായി നിർത്തണം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ബസ്സിൻ്റെ ഓണർമാരും ജീവനക്കാരും ഒരുപാട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു. പരമാവധി നഗരസഭ എന്ന നിലയ്ക്ക് ആ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡറുകൾ, കോൺക്രീറ്റിൻ്റെ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്യുന്ന പ്രവർത്തനം നടന്നു വരികയാണ്. ഇന്നലെ കുറേയേറെ ഭാഗം അത് മുറിച്ചു മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. ചില ഭാഗങ്ങളിൽ ബസ് നിർത്തിയിട്ടതിൻ്റെ ഭാഗമായി അത് പൂർണ്ണമായി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് ഇന്നും മാറ്റുന്നതാണ്. മാത്രമല്ല, ബസ് സ്റ്റാൻഡിനകത്തേക്ക് വരുന്ന ഭാഗത്ത് ഡിവൈഡർ വെച്ച് തിരിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി വീതി കുറവാക്കി ഒരു ബസ്സിന് മാത്രം വരുന്ന രൂപത്തിലാക്കി യാർഡിൻ്റെ വീതി കൂട്ടാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ബസ്സുകളുടെ അമിത വേഗത കാരണം സ്റ്റാൻഡിൽ വെച്ച് അതിഥി തൊഴിലാളി ബസ്സിടിച്ചു മരിക്കുന്ന സ്ഥിതി ഉണ്ടായി. സ്റ്റാൻഡിൽ ബസ്സുകളുടെ വേഗം കുറച്ച് യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കാൻ കഴിഞ്ഞ ദിവസം ഹമ്പ് സ്ഥാപിച്ചിരുന്നു. നിലവിൽ CCTVയുടെ നിരീക്ഷണത്തിലാണ് ബസ് സ്റ്റാൻഡും പരിസര പ്രദേശവും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.